അടുത്തതായി നമ്മോട് സംസാരിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ നിര്യാണ ദിവസം ആ വാർത്ത കേട്ടപ്പോൾ ഒരു നെഞ്ചുവേദന ഉണ്ടായ ഒരു പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ്. UAE അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ മുഖം, ഇൻകാസ് UAE സ്ഥാപക ജനറൽ സെക്രട്ടറി, ചിരന്തന എന്ന സാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ അംഗം. അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്നാണ്. 3 പതിറ്റാണ്ടിലേറെയായി UAE പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് പുന്നക്കൻ മുഹമ്മദ് അലി. ഉമ്മൻചാണ്ടി സാറിന്റെ നിര്യാണ ദിവസം രാവിലെ ഒരു നെഞ്ചുവേദന ഉണ്ടായി ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. പ്രിയപ്പെട്ട പുന്നക്കൻ മുഹമ്മദ് അലി നമ്മോട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഞാൻ പുന്നക്കനെ കൊടുക്കുന്നത് 4 മിനിറ്റ് ആണ്. കാരണം 4 മണിക്കൂർ സംസാരിക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് പുന്നക്കൻ. പ്രിയപ്പെട്ട പുന്നക്കന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പുന്നക്കൻ മുഹമ്മദ് അലി ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അനുസ്മരണം നിയന്ത്രിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് റോജൻ, ഉമ്മൻചാണ്ടി സാറ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേതാവ് മാത്രമല്ല, എന്റെ പിതാവിന് തുല്യമായി എന്നെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട എല്ലാമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഞാൻ കണ്ണൂർക്കാരനാണ്. ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബന്ധത്തിലൂടെ തന്നെയാണ്. സാറുമായി ആത്മബന്ധമുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ ഒരു മകനെ പോലെ തന്നെ എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് സത്യം. വ്യക്തിപരമായി ഞാനും അദ്ദേഹവുമായുള്ള ബന്ധങ്ങളെ കൂടുതൽ ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 33 വർഷമായി പ്രവാസ ലോകത്ത് ഒരു സാധാരണ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒട്ടനവധി നേതാക്കന്മാരെ, പൊതുപ്രവർത്തകരെ ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ, എല്ലാവരെയും സ്നേഹിക്കുന്ന, എനിക്ക് നേരത്തെ മുമ്പേ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നിനും പ്രത്യേകമായി പരിഗണന നൽകാതെ മനുഷ്യൻ എന്ന പരിഗണന നൽകിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച എന്റെ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. പ്രവാസ ലോകത്തുള്ള ആരോട് ചോദിച്ചാലും ഉമ്മൻചാണ്ടിയെ കുറിച്ച് രണ്ടൊരു അഭിപ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് ഞാൻ നാട്ടിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവാസികളെ ആയ നമ്മളെ ഇത്രയും നന്നായി പഠിക്കുകയും നമ്മുടെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത, ഞാൻ പറയും, ഏക നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അത് അദ്ദേഹത്തോടൊപ്പം നടക്കുമ്പോഴും അദ്ദേഹം UAE എത്തുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നവരും അദ്ദേഹം അവരോട് കാണിക്കുന്ന സമീപനം ഒക്കെ നേരിട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിലാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ നേരത്തെ സംസാരിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന പ്രവർത്തനം യേശുക്രിസ്തു കാണിച്ചു തന്ന വഴി തന്നെയാണ്. പ്രത്യേകിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ, സഹായിക്കുന്ന കാര്യത്തിൽ എന്റെ നേതാവ് മുൻപന്തിയിലായിരുന്നു. പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ, ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയായിരുന്നു എന്നും മുൻഗണന നൽകിയിരുന്നത്. അതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ ആദ്യമായി അബുദാബിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ എന്ന് പറയുന്ന ബജറ്റ് എയർലൈൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയപ്പോൾ അതിന്റെ ഉദ്ഘാടന വിമാനത്തിലാണ് അദ്ദേഹം അബുദാബിയിൽ എത്തിയത്. അദ്ദേഹം കേവലം 48 മണിക്കൂറാണ് അന്ന് മുഖ്യമന്ത്രിയായ സമയത്ത് UAE ഉണ്ടായത്. ഈ 48 മണിക്കൂറിൽ അദ്ദേഹം ഉറങ്ങിയത് വെറും 6 മണിക്കൂറാണ്. ഞാൻ സാക്ഷിയാണ്, ഞാൻ കൂടെ ഉണ്ടായ ആളാണ്.
അദ്ദേഹം അബുദാബിയിൽ നിന്ന് വന്നിറങ്ങി അവിടെ നിന്ന് വൈകുന്നേരം 4 മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ പുതുപ്പള്ളിക്കാരുടെ ഒരു വലിയ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ ഒരു പരിപാടി അബുദാബിയുടെ ജബലാലിയിൽ വരുന്ന വഴിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് നിങ്ങൾ ഇന്ന് കാണുന്ന സോണാപൂരിലേക്കായിരുന്നില്ല. സോണാപൂർ ലേബർ ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അന്നുള്ള എല്ലാവർക്കും അറിയാം, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ എല്ലാ നേതാക്കന്മാർ, അന്ന് ഏഷ്യാനെറ്റും കൈരളി TV മാത്രമേ അന്ന് ഇവിടെ ചാനലായിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് മലയാള ന്യൂസും മാധ്യമം മാത്രമായിരുന്നു ഇവിടുന്ന് പ്രിന്റ് ചെയ്തത്. ബാക്കിയെല്ലാം നാട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്ത് വരുന്ന പത്രമാണ്. പക്ഷെ അതിനൊക്കെ ഇവിടെ ബ്യൂറോ ഉള്ളതുണ്ടായിരുന്നു. അവരൊക്കെ അന്ന് ആ സോണാപൂർ ക്യാമ്പിൽ വരികയുണ്ടായി. ഓരോ ക്യാമ്പിന്റെ അകത്തും പ്രിയപ്പെട്ട നേതാവ് ലേബർ ക്യാമ്പിന്റെ അകത്ത് പോയി അവരുടെ മുറിയിൽ ഇരുന്ന ഫോട്ടോസ് ഇപ്പൊ എന്റെ അടുത്തുണ്ട്. അവരുടെ മുറിയിൽ ലേബർ ക്യാമ്പ്, ഇന്ന് കാണുന്ന ലേബർ ക്യാമ്പ് അല്ല. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് സോണാപൂർ ലേബർ ക്യാമ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 24 hours ഉള്ള റെസ്റ്റോറന്റും മാളുകളും നിറഞ്ഞിട്ടുള്ള ഒരു ലേബർ ക്യാമ്പാണ് ഇപ്പൊ സോണാപൂർ. അന്ന് വിരലെണ്ണാവുന്ന ഗ്രോസറി റെസ്റ്റോറന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്ന കഫ്റ്റേരിയകൾ മാത്രമുള്ള കുടിസായ റൂമിൽ കയറി അവരുടെ കക്കൂസ് പോലും ബാത്റൂം പോലും നോക്കി പുറത്തിറങ്ങി പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ ഗവൺമെന്റിന്റെ അടുത്ത് അദ്ദേഹം ശക്തമായി അന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ വലിയ മാറ്റമാണ് ഇന്ന് സോണാപൂരിൽ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് കാണാൻ തീരുമാനിച്ചത് ജയിലിലുള്ള ഇന്ത്യക്കാരെ, മലയാളികളെ മാത്രമല്ല ഇന്ത്യക്കാരായ പാവപ്പെട്ടവരെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇവിടുത്തെ ഗവൺമെന്റ് അതിന് അനുവാദം നൽകുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ എംബസിയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം പ്രിയപ്പെട്ട നേതാവിന് ജയിലിലേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ, പുതുപ്പള്ളിയിലുള്ള അദ്ദേഹത്തോടൊപ്പം വന്ന പുതുപ്പള്ളിക്കാരനെയും അതുപോലെ അന്ന് അദ്ദേഹത്തോടുണ്ടായ MLA മാർ, പ്രതിപക്ഷത്തെ MLA മാർ അടക്കം മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്കാണല്ലോ പോകാൻ സാധിക്കാത്തത്, തന്റെ സഹപ്രവർത്തകർ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലേക്ക് അയച്ചുകൊണ്ട് ജയിലിലുള്ള ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ പ്രയാസങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, പ്രവാസികൾ അനുഭവിക്കുന്ന, എംബസി മുഖാന്തരം അനുഭവിക്കുന്ന, കേന്ദ്ര സർക്കാരുമായി അനുഭവിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഒരുപാട് ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, അതുപോലെ തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കേരളത്തിൽ നടത്തിയതുപോലെ ജനങ്ങളെ ഷാർജക്കാർക്കൊക്കെ അറിയാം. അവിടെ വന്ന എല്ലാവരുടെയും കത്തുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർക്ക് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്ത ഒരു നേതാവാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് 4 മിനിറ്റോ 40 മണിക്കൂറോ കൊണ്ടോ പറഞ്ഞ് തീരാവുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം എന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, ഒരുപക്ഷെ ഒരു സാധാരണക്കാരനായി എനിക്ക് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ, പറ്റാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സിന്റെ വലുപ്പം കൊണ്ട് മാത്രമാണ്. അല്ലാത്ത മറ്റൊരു പ്രത്യേകതയും ഈ സാധാരണക്കാരനായ എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട നേതാവ്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഒന്നേ എഴുതാറ് എന്റെ നേതാവ് എന്നാണ് ഞാൻ എഴുതാറ്. ആ എന്റെ നേതാവ് വിട പറഞ്ഞപ്പോൾ ഉണ്ടായ മാനസികമായ പ്രയാസം വാക്കുകൾ കൊണ്ടോ മറ്റോ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നതല്ല. അത്ര എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിച്ച മറ്റൊരു നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം പ്രയാസങ്ങൾ ഒന്നിനെയും വകവെക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ
അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച, ഒരു പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ കാരുണ്യം കിട്ടിയ, ഞാൻ പല ചാനലുകളിലും സാറിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, ഒരു പ്രതിപുരുഷൻ, ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനും കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നിങ്ങളോടൊപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. എന്റെ പ്രിയ നേതാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകരോട്, പ്രത്യേകിച്ച് റോജനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. നന്ദി പൊന്നയ്ക്കൻ, താങ്കളുടെ നല്ല വാക്കുകൾക്ക്. ക്ഷീണാവസ്ഥയിലും താങ്കൾ കടന്നു വരികയും ഇത്തരത്തിലുള്ള നന്ദി വാക്കുകൾ അതുപോലെ തന്നെ അനുസ്മരണങ്ങൾ നടക്കുകയും ചെയ്തതിന് അങ്ങേയറ്റം നന്ദി പറയുന്നു.